ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൂരത്തും ചാരത്തുമായി ദേശത്തും വിദേശത്തും വിവിധ സ്ഥലങ്ങളിലും ഇരുന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ ഇന്ന് പകൽ സകല ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എന്നോടൊപ്പം സഹകരിക്കുന്നെങ്കിൽ ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി തീരും. ഞാൻ മുമ്പ് ആവർത്തിച്ചിട്ടുള്ളത്, ഇതൊരു മതത്തിൻ്റെ പ്രാർത്ഥനയല്ല. കഷ്ടം സഹിക്കുന്ന സകല ജനത്തിനും വേണ്ടി അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഇതൊരു മതത്തിൻ്റെ പ്രാർത്ഥനയായി കാണാതെ നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങൾക്ക് ഒരു വിടുതൽ നൽകുവാൻ ആഗ്രഹിക്കുക. ആസ്പദമായി ഞാനൊരു ദൈവവചനം വായിക്കുന്നത് സങ്കീർത്തന പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യമാണ്. എൻ്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ ലജ്ജിച്ചു പോകരുതേ, എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ ജയം ഘോഷിക്കരുതേ എന്ന് സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദ് പറയുമ്പോൾ, തൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം തൊട്ട് അവസാനം വരെയും ദാവീദിന് ഒരുപാട് ശത്രുക്കളുണ്ടായിരുന്നപ്പോൾ താൻ ആയുധമെടുത്ത് പോരാടുകയോ കായികപരമായി നേരിടുകയോ ചെയ്യാതെ തന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് ആ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ നിലവിളിച്ച് പ്രാർത്ഥിക്കുക സംരക്ഷണത്തിന് വേണ്ടി. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, സകല ജനത്തിനും സംരക്ഷണം ആവശ്യമാണ്. എല്ലാ മനുഷ്യരും പറയുന്നൊരു കാര്യമാണ്, എനിക്ക് ആരുടെയും സംരക്ഷണം വേണ്ട എന്ന്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം, നിങ്ങളെ പറയുന്ന വാക്കിനകത്ത് എത്രമാത്രം തെറ്റുകളുണ്ടെന്ന്. നമുക്കറിയാം, അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്ന കുഞ്ഞിനും സംരക്ഷണമാണ് അമ്മ. ഉദരം തന്നെ ഒരു സംരക്ഷണമാണ്. ആ കുഞ്ഞ് പുറത്ത് ജന്മം കൊണ്ടു കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ വളർച്ച മുഴുവൻ മാതാവിൻ്റെ, പിതാവിൻ്റെ, സഹോദരങ്ങളുടെ സംരക്ഷണം ആവശ്യമാണ്. അത് പ്രായപൂർത്തിയായി സ്വയം ജീവിക്കാറായി സ്വന്തം കാലിൽ നിൽക്കാൻ ആകുന്ന സമയത്തും സംരക്ഷണം ആവശ്യമാണ്. ഒരു കുഞ്ഞിൻ്റെ വളർച്ചയിൽ അനവധി ശത്രുക്കളുണ്ട്. അത് പക്ഷേ മുതിർന്നവർക്കുള്ള ശത്രുക്കൾ പോലെയുള്ള ശത്രുക്കളായിരിക്കണമെന്നില്ല. എങ്കിൽ പോലും ശത്രുതയുണ്ട്. എന്നാൽ പ്രായമായിരിക്കുന്ന ജനത്തിന് ഇത്രമാത്രം ശത്രുതയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ശത്രുക്കളാൽ നിൽക്കുന്ന ജനത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന് ഈ പ്രാർത്ഥനയുടെ ഭാഗമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ദൈവവരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും നിരാലംബരും വൃദ്ധരും അശരണരും യാചകരും ഓർഫനേജിലും വോൾട്ടേജ് ഹോമിലും ജുവൈൽ ഹോമിലും തത്തവറയിലായിരിക്കുന്ന അനവധി പ്രിയപ്പെട്ടവർ ജീവിതത്തിൽ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, സ്വസ്ഥതയില്ലാതെ കണ്ണുനീരിൻ്റെ നടുവിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുടെ സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും തള്ളപ്പെട്ട് ഉപേക്ഷിക്കപ്പെട്ട ആർക്കും വേണ്ടാത്തവരായി വോൾട്ടേജ് ഹോമിൽ കിടക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കർത്താവേ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഓർഫനേജിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, വഴിയോരങ്ങളായിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ജനത്തിന് സംരക്ഷണമായി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ മഹത്വമേറിയ കരം ഇന്ന് പകൽ സകല ജനത്തിനും കൊടുത്ത് കർത്താവേ, ശത്രുക്കളുടെ സംരക്ഷണത്തിനകത്തുനിന്ന് ശത്രുവിൻ്റെ പോരുകൾക്കകത്തുനിന്ന് ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം കൊടുക്കുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകം കൊടുക്കാത്ത സംരക്ഷണം കർത്താവേ അവിടുന്ന് നൽകുമല്ലോ. യഹോവയുടെ ദൂതന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങിയവരെ വിടുവിക്കുന്നുവെന്ന് ഞങ്ങൾ ദൈവവചനം വായിക്കുന്ന പോലെ വലിയൊരു സംരക്ഷണത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവേ, കഷ്ടതയിലൂടെ കടന്നു പോകുന്ന, രോഗത്തിലൂടെ കടന്നു പോകുന്ന, ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവരേറെയുണ്ട്. അവരുടെയൊക്കെ സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ തലമുറകൾക്കായി പ്രാർത്ഥിക്കുന്ന കൗമാരക്കാരെയും യൗവനക്കാരെയും വാർദ്ധക്യത്തിലായിരിക്കുന്നവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. മദ്യത്തിനും മയക്കും ലഹരിക്കും എന്ന് പറഞ്ഞ കർത്താവേ, അല്ലെങ്കിൽ കഞ്ചാവിനും ചരസിനും കറുപ്പിനും ഹാഷിഷിനും ഹെറോയിനും ബ്രൗൺ ഷുഗറിനും കർത്താവേ, അതുപോലെ തന്നെ ഹല്ലേലൂയ പാൻമസാലകൾക്കും ഈ തുളസിപ്പാക്കുകൾക്കും പബ്ബുകളും ചൂയിങ്ങും ഒക്കെ അതിലൂടെ ലഭിക്കുന്ന മയക്കുമരുന്നുകൾ കൂടാതെ കർത്താവേ, MDMA സിന്തറ്റിക്സ് അടക്കമുള്ള മാരകമായ വിഷങ്ങൾക്ക് അധീനരായി ജീവിതത്തിൽ സുബോധം നഷ്ടപ്പെട്ട് കർത്താവേ, ജീവിതത്തിൽ കഷ്ടം സഹിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മനുഷ്യൻ്റെ സുബോധം നഷ്ടപ്പെട്ട് ലഹരിക്കടിമകളായി എത്രയോ കുടുംബങ്ങളാണ് തകരുന്നത്. കുടുംബ ജീവിതങ്ങൾ തകരുന്നു, ഭാര്യഭർത്ത ജീവിതങ്ങൾ തകരുന്നു. മാതാപിതാക്കളും മക്കളും തമ്മിൽ മത്സരിച്ച് കർത്താവേ കലഹമായി, പിന്നീട് അത് കൊലപാതകമായി മാറുന്ന അനുഭവങ്ങൾ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കർത്താവെ കുടുംബം ഛിന്നഭിന്നമാക്കി മാറ്റുന്ന ഈ ലഹരി കർത്താവെ സകലവിനത്തെയും തകർത്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊരു മോചനത്തിനായടിയും പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. എൻ്റെ ദൈവമേ, ഇന്ന് പകൽ കർത്താവേ വിവിധ കാരണങ്ങളാൽ വിവിധ ലഹരികൾക്ക് അടിമകളായി
ആമേ ജീവിതം തകർന്നുപോയ പ്രിയപ്പെട്ട സംരക്ഷണനായി പ്രാർത്ഥിക്കുന്നു. ആമേ കേരളത്തിൽ സുലഭമായി കർത്താവെ ലഹരി ഒഴുക്കുവാൻ, ലഹരി വിൽപ്പനയ്ക്കായി മറ്റ് സംസ്ഥാനങ്ങൾക്കകത്തുനിന്ന് ഹല്ലേലൂയ MDMA പോലുള്ള കർത്താവെ ആമേ മയക്കുമരുന്നുകൾ ആമേ കേരളത്തിൽ കൊണ്ടുവന്ന് വിറ്റഴിക്കുന്ന, അതിന് കർത്താവെ ചുമൽ കൊടുക്കുന്ന, അതിന് കർത്താവെ അതിനുവേണ്ടി കർത്താവെ ഒരുപ്പെടുന്ന, അതിന് ആമെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ മദ്യലോബികളെയും മയക്കുമരുന്ന് ലോബികളെയും എല്ലാ കിരാതന്മാരെയും ദിവസങ്ങളിൽ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുവാൻ, അല്ലെങ്കിൽ കുടുംബങ്ങളെ തകർക്കുന്ന ഈ അന്ധകാര വ്യാപാര ശക്തികളെ ആമേ നിയമപരമായി അവർ ശിക്ഷിക്കപ്പെടുവാൻ ഹല്ലേലൂയ ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഇവിടെ കുടുംബത്തിൻ്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനവധി ഭാര്യ ഭർത്താക്കൾ ജീവിതങ്ങൾ തകർന്ന് ഡിവോഴ്സിൻ്റെ വക്കിലെത്തി കിടക്കുമ്പോൾ ഹല്ലേലൂയ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. തലമുറകൾ മാതാപിതാക്കളെ അനുസരിക്കാതെ തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന അനുഭവങ്ങൾ കർത്താവെ ആ സ്ഥിതിക്കൊരു മാറ്റം കൊടുക്കണമേ. ഹല്ലേലൂയ മാതാപിതാക്കൾ വളരെ പ്രതീക്ഷയോടെ കുഞ്ഞുങ്ങളെ ആമേൻ അധ്വാനിച്ച് ചോര വിയർപ്പാക്കി അധ്വാനിച്ച് പണിയെടുത്തവരെ പഠിപ്പിച്ച് ഉന്നതമായ നിലയിൽ എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവെ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലും ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലും ലോകരാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ ഒരു കൂട്ടം കർത്താവെ അല്ലെങ്കിൽ കിരാതന്മാർ വശീകരിച്ച് അവരെ ലഹരിക്ക് അടിമകളാക്കി മാറ്റിയവരുടെ ജീവിതം തകർത്ത് കളയുന്ന ദുഷ്ടശക്തികളെ, സാത്താന്യ ശക്തികളെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുകയാണ്. അവരുടെ കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം കർത്താവയോട് നൽകണമേ. മാതാപിതാക്കൾ പ്രത്യാശയറ്റവരായി പല കുഞ്ഞുങ്ങളും തകർന്ന് ജീവിതം തകർന്ന് കർത്താവെ ഇന്ന് ജയിലറായി കിടക്കുമ്പോൾ മാതാപിതാക്കൾ വളരെ കണ്ണുനീരോടെ ഇന്ന് പകൽ ആയിരിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. കർത്താവെ ആ സ്ഥിതിക്കൊരു മാറ്റം വരുവാൻ ഞങ്ങൾ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകലത്തിനും ദൈവമയോട് സംരക്ഷണം നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ കർത്താവെ ക്ഷീരമേഖലയിലായിരിക്കുന്നവർ ആമേൻ തകർന്ന തരിപ്പണമായവരുണ്ട്. കർത്താവെ ഹല്ലേലൂയ കാർഷിക മേഖലയിൽ വളരെ തകർച്ച വന്നവർ, വലുതും ചെറുതുമായ എല്ലാ വ്യാപാരി വ്യവസായികളും ബിസിനസ് തകർന്ന് കർത്താവെ വളരെ നിരാശയിലും സങ്കടത്തിലും കടക്കണിയിലൂടെ കടന്നു പോകുന്നവർ, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ പൊതുമേഖലയിലും കർത്താവെ സഹകരണ മേഖലയിലും ആരോഗ്യ മേഖലയിലും കർത്താവെ ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങളുടെ ഭരണപരമായ എല്ലാ മേഖലയിലും കർത്താവെ ഒരു സംരക്ഷണത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഴിമതി, കരിഞ്ചന്തി, പൂഴ്ത്തിവെപ്പും പിടിച്ചുപറിയും മോഷണവും കർത്താവെ കൈക്കൂലിയും കൊള്ളയും കൊള്ള പലിശകളും ബ്ലേഡും കർത്താവെയും ഒക്കെ മനുഷ്യനെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ബോധനത്തിനായിട്ടും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവെ ഞങ്ങളുടെ ജനത്തിന് വിടുതൽ കൊടുക്കണമേ. വ്യാപകലില്ലാതെ പാടത്തും പറമ്പിലും കോറിയിലും കല്ലിനോടും മണിയോടും പണിയെടുത്ത് തടിയോട് പണിയെടുത്ത് ചോര വിയർപ്പാക്കി അധ്വാനിച്ച് കൊണ്ടുവരുന്ന പണം സ്വന്തം കുഞ്ഞുങ്ങൾക്കും സ്വന്തം ഭാര്യയ്ക്കും മാതാപിതാക്കൾക്കും അനുഭവിക്കാൻ കഴിയാതെ വഴിവെച്ച് പിടിച്ചു വാങ്ങുന്ന ഈ കർത്താവെ ബാറുടമകൾ, ബീവറേജ് ഉടമകൾ, കള്ള് ഷാപ്പ് ഉടമകളെ, ചൂതാട്ട കേന്ദ്രങ്ങൾ, വ്യഭിചാരശാലകൾ അശുദ്ധമായി നടക്കുന്ന എല്ലാ മേഖലയിലും ദൈവിക സന്ദർശനം അയക്കുവാൻ, കുടുംബങ്ങളെ തകർക്കുന്ന ഈ സാത്താന്യ ശക്തികളെ ദൈവമേ തുടച്ച് നീക്കുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനയിൽ കിടക്കുന്ന നിങ്ങൾ വചനം വായിക്കുന്നത് പോലെ കർത്താവെ ഇന്ന് പകൽ കർത്താവെ ദുഷ്ടൻ്റെ ആധിപത്യത്തിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവർക്കൊക്കെയും ഒരു വീടുതലായി മോചനത്തിനായി പ്രാർത്ഥിക്കുന്നു. സകലത്തിന്മേലും അങ്ങയുടെ നീതിയുള്ള കരം വെളിപ്പെടുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവെ 2 വീലിലും 3 വീലിലും 4 വീലിലും കർത്താവെ ഹെവി വാഹനം ഓടിക്കുന്നവർ, കരയിലും കടലിലും ആകാശമാർഗം വാഹനം ഓടിക്കുന്നവർ, യാത്ര ചെയ്യുന്നവർ പലപ്പോഴും ഒരു ലഹരിക്ക് അടിമകളായി സുബോധം നഷ്ടപ്പെട്ട് വലിയ ആക്സിഡൻറ്റ് വലിയ മരണസംഖ്യകൾ ഓരോ ദിവസം ഉയരുമ്പോൾ ഹല്ലേലൂയ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ തങ്ങൾ നിയന്ത്രിക്കുന്ന വാഹനങ്ങളിലിരിക്കുന്ന ജീവിതങ്ങൾ അവരുടെ ജീവൻ്റെ വില മനസ്സിലാക്കി കർത്താവെ സുബോധമുള്ളവരായി ഈ വാഹനങ്ങളൊക്കെയും കൈകാര്യം ചെയ്യുവാൻ അവരിത് ഒരു കേടനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ മനുഷ്യൻ ഈ ലോകത്തിൻ്റെ താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടി അവൻ ചെയ്തു കൂട്ടുന്ന ഹീനമായ കാര്യങ്ങൾ എത്രയെത്ര അപകടങ്ങളാണ് വരുത്തി തീർക്കുന്നത്. ഓരോ ദിവസവും ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ എത്രയോ കൊലപാതകങ്ങൾ ഞങ്ങൾ കേൾക്കുന്ന, എത്രയോ കുടുംബങ്ങൾ തകരുന്നത് കേൾക്കുന്നു. കർത്താവേ എൻ്റെ നടുവിൽ ഞങ്ങൾ ഈ ജനത്തിന് സംരക്ഷണനായി പ്രാർത്ഥിക്കുന്നു. മനുഷ്യവിധമായ പ്രതിസന്ധികൾക്ക് അകപ്പെട്ട് മാനസിക രോഗികളായി ഡിപ്രഷൻ രോഗികളായി ജീവിതം തകർന്നു കിടക്കുന്നവർക്കൊക്കെ ഒരു ആശ്വാസം കൊടുക്കണമേ, സമാധാനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഞങ്ങളുടെ സൗരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ അവർക്ക് നല്ല ജോലി കൊടുക്കണമേ. ബിരുദം കഴിഞ്ഞ് ബിരുദാനന്ത ബിരുദവും വിവിധ ഡിഗ്രികളൊക്കെ എടുത്ത് ഹല്ലേലൂയ പല ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടും കർത്താവ് ഒരു നിയമനത്തിനായി പലരും കാത്തിരിക്കുമ്പോൾ അതൊന്നും ലഭിക്കാതെ അർഹതപ്പെട്ടവന് കിട്ടാതെ പിൻവാതിലൂടെ കർത്താവ് രാഷ്ട്രീയ പ്രേരിതമായി അർഹതപ്പെട്ട ജോലി തട്ടിയെടുക്കുന്ന രാഷ്ട്രീയ
പാർട്ടികളും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സകല ശത്രുവിനെയും സകല തന്ത്രങ്ങളെയും ദൈവം നീക്കി. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊക്കെ കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരിച്ച് കർത്താവെ, സ്കൂൾ വർഷം ആരംഭിക്കാൻ പോകുന്നു. മഴക്കാലമാണ് കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം സൂക്ഷിക്കണമേ. മറ്റ് മഴക്കാല രോഗങ്ങളോ മറ്റ് പനികളോ ഒന്നുമില്ലാതെ സൂക്ഷിക്കുവാൻ പ്രവേശനോത്സവത്തിനായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം തയ്യാറെടുക്കുമ്പോൾ അവർക്ക് വേണ്ടുന്ന സ്കൂളിനാവശ്യമായ എല്ലാ ബാഗുകളും, കുട്ടികൾക്കാവശ്യമായ ബാഗുകളും കുടകളും അവർക്ക് വേണ്ടുന്ന എല്ലാ പഠനോപകരണങ്ങളും ലഭ്യമാകാനായി പേരൻസിനെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായ ദൈവത്തിൻ്റെ മഹത്വത്തെ അവിടുന്ന് വെളിപ്പെടുത്തണമേ. ഉപരിപഠനത്തിനായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവർക്കും കർത്താവെ തക്ക സമയത്ത് വഴികൾ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റു സ്ഥലങ്ങളിൽ കടന്നുപോയി പഠിക്കുന്നവരുടെ കുഞ്ഞുങ്ങളുണ്ട്, അവർക്കെല്ലാം കർത്താവെ അവിടുന്ന് ആശ്വാസം കൊടുക്കണനായി ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സകലത്തിൽ മീതെ ഉന്നതനായ ദൈവമേ, എല്ലാവർക്കും കർത്താവെ ഹല്ലേലൂയ സംരക്ഷണത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യങ്ങൾക്കകത്ത് ജോലിക്ക് കടന്നുപോയവരുണ്ട്, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ, ജോലി പെർമനൻ്റായി തീരാത്തവർ, ഹല്ലേലൂയ കർത്താവെ വിസയുടെ കാലാവധി കഴിഞ്ഞവർ, അതുപോലെ തന്നെ കർത്താവെ പാസ്പോർട്ടിൻ്റെ കാലാവധി കഴിഞ്ഞവർ, വിസ ലഭിക്കുവാൻ പാസ്പോർട്ടൊക്കെയും പുതുക്കി കിട്ടുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായ ദൈവമേ, ഇന്ന് പകലടിയും പ്രാർത്ഥിക്കുമ്പോൾ ജാതിമത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ കുടില് തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന ജനത്തോട് മുഖപക്ഷമില്ലാത്ത ദൈവമേ, ജനത്തിൻ്റെ സങ്കടങ്ങളെ കേൾക്കണമേ, അവിടെ കണ്ണുനീരുകളെ അറിയണമേ, അവിടെ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങൾ പശ്ചാത്തലങ്ങൾ അറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യത്ത് ജോലിക്കായി കടന്നുപോയി കർത്താവെ വിവിധ ഭവനങ്ങളിൽ ജോലി ചെയ്യുന്ന സഹോദരിമാർ, വലിയ പീഡയിലൂടെ കഷ്ടതയിലൂടെ കടന്നു പോകുന്നവർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാതെ അവർ പാസ്പോർട്ടൊക്കെയും കർത്താവെ സ്പോൺസർമാർ ബന്ധിച്ച് വളരെ പീഡയിലൂടെ കടന്നു പോകുന്ന സഹോദരിമാരുണ്ട്. അവർക്കും കർത്താവെ സമാധാനം, സന്തോഷം, സ്വസ്ഥതയും കൊടുക്കുവാൻ, അന്ധകാരത്തിൽ നിന്ന് തടവിനവർക്ക് മോചിക്കപ്പെടുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകലത്തിമേലും അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തണമേ. വിവാഹപ്രായത്തിൽ നിൽക്കുന്ന അനേക സഹോദരിമാർ, കർത്താവെ അവർക്കെല്ലാം തക്കതായി തുണ കൊടുക്കണമേ. മനുഷ്യനേകനായിരിക്കുന്ന നൽകുന്ന ആദമിന് തക്ക തുണയെ കൊടുത്ത കർത്താവെ അവർക്കെല്ലാം തക്ക തുണയെ കൊടുക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർ, തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അബ്രഹാമിനും സാറയ്ക്കും തലമുറയെ കൊടുത്ത ദൈവമേ, പ്രിയപ്പെട്ടവരുടെ കർത്താവെ പുത്രോത്പാദന തടസ്സമായി നിൽക്കുന്ന എല്ലാ വന്ധ്യതയും മാറി തലമുറയെ കൊടുക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വിവിധ വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ടല്ലോ, അവർക്കെല്ലാം ഒരു ആശ്വാസം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് വിവിധ രോഗത്താൽ കടന്നു പോകുന്നവർ, തലവേദനയും ട്യൂമറും കണ്ണുവേദനയും ചെവിയുടെ വേദന, ടോൺസിൽ, തൈറോയ്ഡ് രോഗങ്ങൾ, ഹല്ലേലൂയ കർത്താവ് വിവിധ ബ്ലോക്കുകൾ, അറ്റാക്കുകൾ, നാഡീനരമ്പ് ജോയിൻറ്റുകളിൽ, രക്തധമനികളിൽ, പേശികളിലൊക്കെയും വ്യാപരിക്കുന്ന രോഗങ്ങൾ, അത് മുഖാന്തരം കഷ്ടം സഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവർക്കെല്ലാം ഒരു ആശ്വാസം ദൈവമായി കൊടുക്കേണ്ടനായി ഞങ്ങൾ യേശു കർത്താവിൻ്റെ കരങ്ങളിൽ വിഷയങ്ങളെ ഫലമേൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവെ ഹാർട്ടിൻ്റെ വിഷയങ്ങൾ, ലെൻസിൻ്റെ ലിവർ സംബന്ധമായ വിഷയങ്ങൾ, ഹല്ലേലൂയ കർത്താവെ ഇവർക്കെല്ലാം സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സകലത്തിവേര് നീതിമാനായിരിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വവേര് കരം വെളിപ്പെടുവാൻ, കർത്താവെ ജനത്തോട് കരുണ കാണിക്കുവാൻ ഞങ്ങൾ ദൈവത്തോട് ഉദര സംബന്ധമായ, യൂട്രസ് സംബന്ധമായ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ കർത്താവിൽ നിന്നൊക്കെയും വിടുതലായി മോചനത്തിനായി പ്രാർത്ഥിക്കുന്നു. അനവധി ആളുകൾ ക്യാൻസർ അടക്കമുള്ള മഹാവ്യാധികളാൽ ആശുപത്രിയിൽ അഡ്മിറ്റായിരിക്കുന്നു. ഹല്ലേലൂയ കർത്താവെ അവർക്കെല്ലാം മോചനവും സൗഖ്യം കൊടുക്കണമേ. ആക്സിഡൻ്റ് ആശുപത്രി കിടക്കുന്നവർ, ഭവനത്തിലായിരിക്കുന്നവർ, ജന്മനാ വൈകല്യമുള്ളവർ, ഹല്ലേലൂയ ഞാൻ അവരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം ദൈവമേ ആശ്വാസം, സമാധാനം കൊടുക്കുവാൻ യേശുവിൻ്റെ കരങ്ങളിലെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന, സർജറിക്ക് വിധേയപ്പെട്ടവരുണ്ടല്ലോ, ഹല്ലേലൂയ. വെന്റിലേറ്റർ വയസ്സിൽ കിടക്കുന്നവർ, വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ ഭാരപ്പെടുന്നവർ, ജന്മനാൽ വിവിധ വൈകല്യങ്ങളാൽ മറ്റൊരാളുടെ സഹായമില്ലാതെ ഭവനത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഹല്ലേലൂയ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ ആരുടെ സംരക്ഷണമില്ലാതെ വന്നാലും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സംരക്ഷണം ലഭ്യമാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ചെറുതും വലുതുമായ എല്ലാ വ്യാപാരികളെയും വ്യവസായികളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ബിസിനസ് തകർന്ന, ഹല്ലേലൂയ ജീവിതം അടുത്ത് നിരാശയിലൂടെ കടന്നു പോകുന്ന, കടക്കരയിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവർക്കെല്ലാം ഒരു ആശ്വാസവും സമാധാനം ദൈവം കൊടുക്കണമേ. പലരും ആത്മഹത്യ വക്കിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവെ സ്വന്തം ജീവിതം ഒടുക്കിക്കളഞ്ഞ് കർത്താവെ ആത്മഹത്യയിലൂടെ അവർ നിത്യനരകത്തിലേക്ക് പോകാതെ, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, അതുകൊണ്ട് ഒരു വിഷയങ്ങൾക്കും നേട്ടമില്ല, അവർക്കും നേട്ടമില്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സകല വിഷയത്തിൽ പിടിവെച്ച് സംരക്ഷണം കൊടുക്കുന്ന
യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഈ ജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ മനുഷ്യൻ ഹല്ലേലൂയ സുബോധാത്മാവിലേക്ക് മടങ്ങി വന്ന് യേശുക്രിസ്തുവിലൂടെ സംരക്ഷണം പ്രാപിപ്പാൻ, പാപത്തെ ഈ ദിവസങ്ങളിൽ നീക്കിക്കളഞ്ഞ് വിശുദ്ധ ജീവിതം നയിപ്പാൻ പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. ശിരസ്സുട്ടുള്ളങ്കാറ് വരെ എല്ലാ നാഡീനരമ്പ് ജോയിന്റുകളും പേശികളും രക്തധമനികളും വ്യാപരിക്കുന്ന രോഗങ്ങൾ, നരിയാണിയുടെ ഉറപ്പിക്കാൻ കഴിയാതെ കാൽമുട്ട് പെരുമുട്ട് വാദങ്ങൾ, കോച്ചുകൾ, അതുപോലെ ആസ്മ രോഗങ്ങൾ, ശ്വാസമുട്ടൽ അടക്കം പലരും ഭാരപ്പെടുന്നവരുണ്ട്. നിരന്തോറും മരുന്ന് കഴിക്കുന്നവർ. ഹല്ലേലൂയ. കർത്താവ്, ഇവരെയൊക്കെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഒരു വലിയ വിടൽ കൊടുക്കണമേ. ഹല്ലേലൂയ. കടലോരവാസികൾക്കായി തീരദേശവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കടൽ പലപ്പോഴും ഇളകുമ്പോൾ കർത്താവ്, എത്രയെത്ര വീടുകൾ എത്ര കുടുംബങ്ങൾ തകരുന്നു. കടലോരവാസികളെയും കായലോരങ്ങൾ താമസിക്കുന്നവർ, നദികളുടെയും പുഴകളുടെയും ആറുകളുടെയും കുളങ്ങളുടെയും അരുവികളുടെയും കുളങ്ങളുടെയും പാടങ്ങളെയും കക്കരികൾ താമസിക്കുന്നവരെ, കനാലിൻ്റെ സൈഡിൽ താമസിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം കർത്താവ് സംരക്ഷിക്കണം. മഴക്കാല കർത്താവേ, അവർക്കെല്ലാം ഒരു സംരക്ഷണമായിരിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെയും മുതിർന്നവർ പോലും വെള്ളത്തിൽ വീണ് മരിക്കുന്ന, വെള്ളക്കെട്ടിൽ അകപ്പെടുന്ന അനുഭവങ്ങൾ കാണുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനത്തിനാടിയും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ്, എല്ലാ മേഖലയിലും ഒരു വിടുതലയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രഷർ, ഷുഗറും കൊളസ്ട്രോളാൽ ഭാരപ്പെടുന്നവർ, ഹല്ലേലൂയ, അവർക്കൊക്കെ ഒരു ആശ്വാസം കൊടുക്കണമേ. രാജ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. കേരളത്തിലെ 14 ജില്ലകളെ ഞങ്ങൾ ഓർക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. 3 കോടി ജനങ്ങളും തലമുറകളും എണ്ണത്തിൽപ്പെടാത്തവരും അന്യവസാന തൊഴിലാളികളുടെ മാനസത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയുടെ 29 സംസ്ഥാനങ്ങൾ, 7 കേന്ദ്ര പ്രദേശങ്ങളെ ഓർക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം. 145 കോടിയോളം വരുന്ന ജനത്തിൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി മാനസാന്തരത്തിനായി, അവിടെ സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ലോകരാജ്യം 7 ഭൂഖണ്ഡങ്ങൾ, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 7 ഭൂഖണ്ഡങ്ങളായി 800 കോടിയിലധികം ജനത്തിൻ്റെ വിടുതലിനും സംരക്ഷണത്തിനുമായും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ്, ഈ ജനത്തെ വിടിവിക്കണമേ. ജനത്തിന് സമാധാനം കൊടുക്കണമേ. കർത്താവ്, എല്ലാവരുടെയും സംരക്ഷണം അവിടുത്തെ കരങ്ങളിലാണല്ലോ. അണ്ടകടാകങ്ങളെ നിർമ്മിച്ചവൻ, അഖിലാണ്ടത്തിനുടയവൻ, ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ അടക്കി വാഴുന്നവൻ, കരയും കടലിനും വേർതിരിച്ചവനെ, ഹല്ലേലൂയ, സകലത്തെ ഒരേപോലെ നിയന്ത്രിക്കുന്നവൻ, ഈ പ്രകൃതിയെ ഞങ്ങൾക്ക് മനോഹരമായി തന്ന ദൈവമേ, ഭൂമിയെ മനോഹരമായി തന്ന ദൈവമേ, സകലത്തെയും സംരക്ഷിക്കുന്ന ദൈവമേ, ഈ ജനത്തിൻ്റെ സംരക്ഷണത്തിനായി അടിയിന്ന് പകൽ പ്രാർത്ഥിക്കുന്ന. ഹല്ലേലൂയ. കർത്താവ്, അധികാരികൾക്കായി, വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണമേധാവികൾ, സംസ്ഥാനങ്ങൾ ഭരിക്കുന്നവർ, രാജ്യങ്ങൾ ഭരിക്കുന്നവർ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. രാജാക്കന്മാർ, രാജ്ഞിമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി മേഖലയിൽ, ട്രൈബൽ മേഖലയിലായിരിക്കുന്ന സകല ജനത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഹല്ലേലൂയ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ രാജ്യങ്ങൾ സംരക്ഷണം ചെയ്യുന്ന, കാവൽ ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ BSF, ഹല്ലേലൂയ, ഞങ്ങളുടെ കർത്താവേ, കർത്താവ്, സൈന്യത്തിനായി പ്രാർത്ഥിക്കുന്നു. അനേകർ വീരവൃത്തി വരിക്കുമ്പോൾ ഹല്ലേലൂയ അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ്, എല്ലാ മേഖലയും സംരക്ഷണം. രാഷ്ട്രീയ കോലാഹലങ്ങൾ മാറുവാൻ, തീവ്രവാദവും ഭീകരവാദവും വർഗീയതയും പെരുകി മനുഷ്യ സമാധാനത്തെ കെടുത്തിക്കളയുന്ന, മനുഷ്യൻ്റെ ജീവന് ഒരു വിലയില്ലാതെ മനുഷ്യ അറിവ് കാളകളെ പോലെ കൊന്നൊടുക്കുന്ന ഈ കാലഘട്ടത്തിലെ കർത്താവ്, അക്രമങ്ങൾ മാറി ഭോജന സമാധാനത്തിന് വേണ്ടി വരേണ്ടതായി പ്രാർത്ഥിക്കുന്നു. ക്രൈസ്തവീകരണം വർദ്ധിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവ സമൂഹത്തിൻ്റെ, എല്ലാവിധ സമൂഹത്തിൻ്റെയും സംരക്ഷണത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. കർത്താവിന് സ്വസ്ഥത, ഒരന്തികാല ഉണർവ് നാളുകളിൽ ജനത്തിന് കൊടുക്കണമേ. ഇരുളിൻ്റെ ആത്മാവിൽ പെട്ടുകിടക്കുന്ന, അന്ധകാരത്തിൽ വീണ് കിടക്കുന്ന, അനാചാരത്തിൽ വീണ് കിടക്കുന്ന, അന്ധവിശ്വാസങ്ങളിൽ വീണ് ദൈവമായി യാതൊരു ബന്ധവുമില്ലാതെ കിടക്കുന്ന കോടാനുകോടി ജനത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കുടുംബങ്ങൾക്കകത്ത് സമാധാനമില്ല. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കാതെ തല്ലുവടിയും വെട്ടും കുത്തും കൊലപാതകവും, കുടുംബത്തിനകത്ത് ഭിന്നഭിന്നമായ അനുഭവങ്ങൾ, വസ്തു സംബന്ധമായ വിഷയങ്ങൾ, അതിർസംബന്ധമായ വിഷയങ്ങൾ, അതിൽ തോണ്ടുന്ന അയൽവാസികൾ തമ്മിൽ അതിർ വിഷയങ്ങൾ, വിവിധ കോടതി വിഷയങ്ങൾ, ഹല്ലേലൂയ, അതിലായിരിക്കുന്നവരൊക്കെ ദൈവം വിടിവിക്കണമേ. ഞങ്ങളുടെ കർത്താവ്, ജുവൈൽ ഹോമിലേക്ക് തലമുറകൾ അവർക്കൊരു മോചനം ഇല്ലാതെ പ്രാർത്ഥിക്കുന്നു. ഇനിയുള്ള തലമുറകൾ അങ്ങനെയുള്ള അനുഭവത്തിലേക്ക് പോകാതെ അവർക്കൊരു മാനസാന്തരത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒരു വലിയ ശുദ്ധീകരണം ആവശ്യമാണ്. ഒരു വലിയ ശുദ്ധീകരണം, ജനത്തിന് വീണ്ടെടുപ്പ് ആവശ്യമാണ്. ജനത്തിന് രക്ഷ ആവശ്യമാണ്. പാപത്തിൻ്റെ വശീകരണത്തിന് വീണ് കർത്താവ് മനുഷ്യ സുബോധം നഷ്ടപ്പെട്ട് ചെയ്തു കൂട്ടുന്ന ഹീനമായ പ്രവർത്തികൾ വിട്ട് മടങ്ങി വരുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ്, അക്രമങ്ങൾ മാറിപ്പോകട്ടെ.
ആമേ കർത്താവെ കടലോരവാസികൾക്കായി, ആഴക്കടൽ മത്സ്യബന്ധനായി കടന്നുപോയിരിക്കുന്നവർ, അവർ ജീവനെ പോലും പണയം വെച്ച് പലപ്പോഴും അപകടത്തിൽപ്പെടുന്ന അനുഭവങ്ങൾ കർത്താവെ, ഒരു ദിവസം 2 ദിവസം ആഴ്ചകൾ കടന്നു പോകുന്ന അവരുടെയൊക്കെ ദൈവം സംരക്ഷിക്കുന്നതായി അവരുടെ അധ്വാനത്തെ ഫലം കൊടുക്കുവാൻ, അതുപോലെ തന്നെ മത്സ്യമേഖലയിൽ പണിയെടുക്കുന്നവരും എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം ദൈവ സംരക്ഷണം കൊടുക്കണമേ. ഹല്ലേലൂയ കർത്താവേ, അങ്ങയുടെ സംരക്ഷണമില്ലാതെ ഈ ഭൂമി ഞങ്ങൾക്ക് ആർക്കും ജീവിക്കാൻ കഴിയില്ല. ആമേ മത നേതാക്കന്മാർ, മത സാമൂഹിക സംസ്കാര ചലച്ചിത്ര മാധ്യമ മീഡിയ രംഗങ്ങളിൽ നിൽക്കുന്നവർ, സയൻറ്റിസ്റ്റുകൾ, എഞ്ചിനീയർമാർ അടക്കം കർത്താവ് എല്ലാ രാഷ്ട്രീയക്കാർക്കും ഒരു മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുന്നു. രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി, കസേരയ്ക്ക് വേണ്ടി തമ്മിലടിച്ചും കലഹിച്ചും ആമേ സാധാരണക്കാരൻ്റെ രക്തം ചൊരിഞ്ഞും ആമേ കർത്താവെ കസേരയിൽ കയറിയുന്ന അധികാരം പിടിച്ചു പറ്റുന്ന അധികാരമോഹികളെ ദൈവം സന്ദർശിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മനുഷ്യൻ കർത്താവെ മാനത്തോടിയിരുന്നവൻ ആമേ വിവേകഹീനനായപ്പോൾ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനായി പലരും ആമേ പരസ്പര സ്നേഹം തിരിച്ചറിയാത്തവർ, അവർക്ക് മാനസാന്തരം കൊടുക്കണമേ. സഹോദരിമാർ മരിച്ചുപോയ സഹോദരന്മാരും കുഞ്ഞുങ്ങളുമായി ഭാരപ്പെടുന്നവർ, അതുപോലെ കർത്താവെ സഹോദരന്മാർ മരിച്ചുപോയ സഹോദരിമാർ കുഞ്ഞുങ്ങളുമായി ഭാരപ്പെടുന്നവർ, അവരെയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ കർത്താവെ, ആരോരും സംരക്ഷണമില്ലാതെ എങ്ങനെ ജീവിക്കുന്നവർക്ക് ഭാരപ്പെടുന്നവർ, സ്വന്തമായി തലചായ്പാൻ ഒരു ഭവനമില്ലാത്തവർ, ഒരു തുണ്ട് ഭൂമിയില്ലാത്തവർ, ഹല്ലേലൂയ അവർക്കൊക്കെ കർത്താവെ അവിടുന്ന് സംരക്ഷണമായി അവിടുന്ന് വഴിയും വാതിലും തുറക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കഷ്ടതയുടെ തീച്ചൂളയിലൂടെ കടന്നു പോകുന്ന അനവധി ആളുകളെ ഇന്ന് മകൾ അടിയനോർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗത്തിലെ ദൈവമേ, ഈ ജനത്തിന് വേണ്ടി ഇന്ന് മകൾ അയ്യം വിളിക്കുമ്പോൾ, മധ്യസ്ഥ ചെയ്യുമ്പോൾ, ഹല്ലേലൂയ ഈ ജനം കർത്താവെ അത്ഭുതങ്ങൾ കാണുവാട്ടയാകണമേ. ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ ജനത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കട്ടെ. ഓരോ കുടുംബങ്ങളിലും നടക്കട്ടെ, ഓരോ വ്യക്തികളിലും നടക്കട്ടെ. അവർ ദൈവത്തിലേക്ക് മടങ്ങി വരട്ടെ. അവരുടെ കർത്താവെ ദുർസ്വഭാവങ്ങളിലോട്ട് മടങ്ങി വരുവാൻ, അല്ലെങ്കിൽ അവരുടെ ശാഠ്യങ്ങൾ വിട്ട് മടങ്ങി വരും പ്രാർത്ഥിക്കുന്നു. കടക്കണിയിലൂടെ കടന്നു പോകുന്നവരുണ്ട്, ജപ്തി നടപടി നേരിടുന്നവരുണ്ട്, അവർക്കെല്ലാം ഒരു ആശ്വാസവും സമാധാനവും ദൈവമേ കൊടുക്കുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഓരോ ദിനങ്ങളും കർത്താവ് മനുഷ്യൻ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, വെല്ലുവിളികൾ, അതിന് നടുവിലൊക്കെ ഒരു വലിയ മോചനത്തിനായി ഇന്ന് പകലടിയൻ പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ അങ്ങയുടെ മഹത്വമേറി കരം വെളിപ്പെടുത്തണമേ. ഇന്ന് പകലടിയൻ കർത്താവെ സകല ജനത്തിനു വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ മഹത്വമേറിയ കരം വെളിപ്പെടുത്തുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾക്ക് മാനുഷികമായി ഒന്നും ചെയ്യുവാൻ കഴിയില്ല. നമ്മുടെ സ്വന്തം ബുദ്ധി കൊണ്ട് കഴിവുകൊണ്ട്, ഞങ്ങളുടെ പ്രയത്നം കൊണ്ട്, പണം കൊണ്ട് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. സ്വർഗ്ഗത്തിലധികം അത്ഭുതം ചെയ്യണമേ. ആമേ എല്ലാ കോടീശ്വരന്മാരും മാനസാന്തരപ്പെടുവാൻ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവെ, കൊട്ടേഷൻസും ഗുണ്ടാസങ്ങളും ഭൂമാലും മാഫികളും പിടിച്ചുവരക്കാരും അഴിമതിക്കാരും സ്ത്രീ മാഫികൾ അടക്കം എല്ലാ ചൂഷണം ചെയ്യുന്ന, എല്ലാ അകൃത്യം ചെയ്യുന്ന എല്ലാ ദൂഷ്ടശക്തികളെയും ദൈവം സന്ദർശിച്ച ഹല്ലേലൂയ അതിൽ നിന്നൊക്കെ മോചനം കൊടുക്കുവാൻ സകല ജനത്തിലെയും സംരക്ഷണത്തിനായി ഇന്ന് പകലടിയും പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തണമേ. കർത്താവെ, ജനത്തിൽ ഒരു വിടുതലിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവെ, ഞങ്ങളെ ഓരോ ദിവസവും പ്രഭാതം തൊട്ടി സമയം വരെയും ഞങ്ങളുടെ ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെ തന്ന് പോറ്റുന്ന ദൈവമേ. മരണാസന്നരായി കിടക്കുന്നവരുണ്ട്, മരണത്തെ മുഖാമുഖം കണ്ട് കിടക്കുന്നവരുണ്ട്, അവർക്കൊക്കെ സൗഖ്യം കൊടുക്കണമേ. അനവധി കുടുംബങ്ങൾ നിരാശയിലൂടെ കടന്നു പോകുന്നവരാണ്, അനവധി കുടുംബങ്ങൾ സങ്കടത്തിലൂടെ കടന്നു പോകുന്നവരാണ്. അവർക്കെല്ലാം ഒരു വലിയ ആശ്വാസം കൊടുക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഷ്ടതയുടെ തീച്ചൂളിൽ പലരും തകർന്ന് തങ്ങളുടെ ഹൃദയ വിഷയങ്ങൾ പുറത്തറിയിപ്പാൻ കഴിയാതെ രാപകലില്ലാതെ കിടക്കെ കണ്ണുനീര് കൊണ്ട് നടക്കുന്ന അനവധി ആളുകൊണ്ട് കർത്താവേ, അവിടെ കണ്ണുനീരെല്ലാം തുരുത്തിയിലാക്കിയ ദൈവമേ, അവർക്ക് വേണ്ടി ഒരു വിടുതലയക്കണമേ. പ്രിയപ്പെട്ടവർക്കെല്ലാം ഒരു ആശ്വാസം കൊടുക്കുവാൻ യേശു കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽ കർത്താവേ, ഈ മധ്യാഹ്ന സമയത്ത് പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ആമേ സകല ജനത്തിനു വേണ്ടി മധ്യസ്ഥ ചെയ്യുമ്പോൾ അങ്ങയുടെ മഹത്വമേറിയ കരം വെളിപ്പെട്ട് കാണുവാൻ യേശു കർത്താവിൻ്റെ കരങ്ങളിൽ ഈ വിഷയത്തെ ഫലമേൽപ്പിക്കുകയാണ്. ദാവീദ് പ്രാർത്ഥിച്ച പോലൊരു സംരക്ഷണം സകല ജനത്തിനും കൊടുക്കണം. കർത്താവേ, ഒരു സംരക്ഷണമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. സാമ്പത്തികമായി ജനിക്കുന്ന അനവധി ആളുകളുണ്ട്, അവർക്കെല്ലാം ഒരു വിടുതൽ കൊടുക്കണമേ. സകലത്തിനും കർത്താവ് ഞങ്ങളുടെ നീതി വെളിപ്പെടുത്തണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.